ഗൈസ്, ഞാനിപ്പോൾ തറവാട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഞാനും അനിയത്തിയും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ കുറച്ച് നടക്കാനുണ്ട്. നടന്നിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. റബ്ബർ മരങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ഒരു കുന്നൊക്കെ ഇറങ്ങിയിട്ട് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. കുറച്ച് ദൂരമുണ്ട്, എന്നാലും ഞങ്ങൾ അധികവും നടന്നിട്ടാണ് പോകുന്നത്. വണ്ടിയൊന്നും പിടിക്കാറില്ല. ഇപ്പോൾ ഞങ്ങളൊരു കടയിലേക്ക് കയറി. അവിടെ അടുത്തുള്ള കട തന്നെയാണ്. ആ കടയിൽ നിന്ന് പഴവും മറ്റു സാധനങ്ങളും വാങ്ങിയിട്ട് വേണം അവിടേക്ക് പോകാൻ. വിരുന്ന് പോകുന്നത് ഒന്നും അല്ലെങ്കിലും ഞങ്ങൾ അവിടേക്ക് കുറേ നാളുകൾക്ക് ശേഷം പോകുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും വാങ്ങണ്ടേ എന്ന് കരുതിയിട്ടാണ് അവിടെ കയറിയിരിക്കുന്നത്. എന്നിട്ട് ഇനി വീണ്ടും നടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതാ ഞങ്ങൾ ഒരു കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ കുന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. ഒരു ഊട് വഴിയിലൂടെ വേണം നടന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്. അനിയത്തി മുന്നിൽ അങ്ങനെ വേഗം നടക്കുകയാണ്. സ്ഥലമൊക്കെ നല്ല പരിചയമുള്ളത് കൊണ്ട് തന്നെ അവൾക്കതൊക്കെ നല്ല ഈസി ആയിട്ട് തോന്നി നടത്തം. എനിക്ക് കുറച്ച് പ്രയാസം, കുറച്ച് കിതപ്പൊക്കെ തോന്നിയിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പിറകിലായിട്ട് നടക്കുകയാണ്. സാധനങ്ങൾ അടങ്ങിയ സഞ്ചി എൻ്റെ കയ്യിലാണ് ഉള്ളത്. അതുകൊണ്ട് കുറച്ച് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഊടുവഴിയിലൂടെയാണ് അത് പോയത്. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ മട്ടന്നൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് കാണാൻ പറ്റും ഗൈസ്. അവിടുന്ന് വിമാനമൊക്കെ പറക്കുന്നതൊക്കെ ഇതിലൂടെ കാണാൻ പറ്റും. ഈ കുന്നിൻ്റെ മുകളിൽ നിന്നാൽ വിമാനം പോകുന്നത് തൊട്ടടുത്തായിട്ട് തന്നെ കാണാൻ പറ്റും. ഇതാ ഞങ്ങൾ തറവാട് വീട്ടിലെത്തി. ഓടിട്ട വീടാണ്. ഇവിടുന്ന് നല്ലൊരു സീനറിയാണ്. ചുറ്റും പച്ചപ്പൊക്കെ ആയിട്ട് അതിന് നടുവിൽ റോഡ് സൈഡിൽ വീട്. ഒരുപാട് ചെടികളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് കയറി. ഇത് അച്ചാച്ചൻ്റെയും അമ്മമ്മേൻ്റെയും ഫോട്ടോസാണ്. അവർ രണ്ടുപേരും മരിച്ചു കുറച്ച് വർഷങ്ങളായി. പിന്നെ എനിക്ക് ഒരു കൗതുകം തോന്നി. മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പുളിമരത്തിൽ നിന്നുള്ള വെള്ളം തലയിലേക്ക് ഇറ്റിട്ട് വീഴുന്നത് കാണാൻ നല്ല രസമായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ പുളിമരം ഇങ്ങനെ പിടിച്ച് കുലുക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് പുളിമരം കാണാൻ വേണ്ടിയിട്ട്. വീടിന് തൊട്ട് മുന്നിൽ തന്നെയാണ് പുളിമരം ഉള്ളത്.